ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് സ്ട്രോബെറിയുടെ ഷേപ്പിലുള്ള ഒരു അടിപൊളി കീ ചെയിൻ ഉണ്ടാക്കാം. അപ്പോൾ സാറ്റിൻ റിബൺ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വളരെ കനം കുറഞ്ഞ ഒരു സാറ്റിൻ റിബണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 0.5 സെൻറ്റിമീറ്റർ വീതിയും 9 സെൻറ്റിമീറ്റർ നീളവും. ഇപ്പോൾ ഓരോ പോർഷനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതേപോലത്തെ പീസസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പീസ് ഉണ്ടാക്കാൻ നമുക്ക് 3 റിബൺ വേണം. അപ്പം കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് 2 കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ഒന്ന് ടോപ്പിലും പിന്നെ ആ ഫ്രൂട്ടിൻ്റെ കളറിലുള്ള ഒരു കളറും നിങ്ങൾക്ക് സാറ്റിൻ റിബൺ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പിൽ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ഒരു കളർ എടുക്കണം, ഒരു മാച്ചിങ് ആയിട്ടുള്ള കളർ. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ 3 എണ്ണം നമുക്ക് നടുക്കൂടെ മടക്കിയിട്ട് നല്ല പോർഷൻ അകത്ത് വരുന്ന രീതിയിൽ വേണം, റോങ് സൈഡ് ഔട്ടിൽ വരണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ടിപ്പ് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല വശം അകത്തിരിക്കണം, റോങ് സൈഡായിരിക്കും പുറത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ഇതേപോലെ മുകളിൽ കാണുന്നത് അകത്തേക്ക് മടക്കിയെടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോന്നും ഇതുപോലെ അകത്തേക്ക് മടക്കിയെടുക്കുക. അപ്പം നമുക്ക് നല്ല പോർഷൻ പുറത്തേക്ക് ഇരിക്കും. കണ്ടില്ലേ, ഇത് അങ്ങനെ ലാസ്റ്റിൽ വരുന്നത് ഇതേപോലെ ഇരിക്കണം. എപ്പോഴും ഓർക്കണം, നമ്മുടെ ടോപ്പിൽ കാണുന്ന കളറായിരിക്കണം താഴെ വരുന്നത്. അതേപോലെ സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ലാസ്റ്റിൽ വേണം അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ടോപ്പിൽ കാണുന്ന കളറ് ലാസ്റ്റിലേ ഒട്ടിക്കാവൂ, എന്നാലേ നമുക്കിത് താഴെയായിട്ട് വരത്തുള്ളൂ. അതേപോലെ എല്ലാം ഒരേ പാറ്റേണിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് പിഞ്ച് ചെയ്തിട്ട് ഉരുക്കിയെടുക്കുക. കണ്ടില്ല, അപ്പോൾ നമ്മുടെ പോർഷൻസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ 9 പോർഷൻസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റിനനുസരിച്ച് എത്ര എണ്ണം വേണമെന്ന് നിശ്ചയിക്കാം. അപ്പോൾ ഓരോന്നിനും 3 പീസ് വേണം. അപ്പോൾ ഓരോ പീസിലും 2 എണ്ണം ഒരേ കളറിലുള്ളതാകാം, പിന്നെ ഒരെണ്ണം ടോപ്പിൽ കളർ ഡിഫറൻ്റ് ആയിരിക്കണം. അങ്ങനെ 9 പോർഷൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് 9ഓ 10ഓ എത്ര വേണേലും ഉണ്ടാക്കാം. ഞാൻ ഇവിടെ 9 മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10ഓ 11ഓ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വണ്ണത്തിൽ അല്ലെങ്കിൽ വലിപ്പം കൂട്ടിയെടുക്കാവുന്നതാണ്. അല്ല, കൂടിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഇളകിയതായിട്ട് വല്ലതും പോർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഒന്നും കൂടെ ഒന്ന് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഫ്രൂട്ടിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന കളർ, ഇപ്പോൾ ഞാൻ ഇവിടെ ആ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന അവിടെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും സൈഡ് വൈസ് ആയിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഓരോ പോർഷൻ്റെയും ഈ ഇപ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇളകിയത് കൊണ്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ കാണുന്ന സൈഡിൽ കാണുന്ന ആ ഒരു പോർഷൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് ഗം തേച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ സൈഡ് ടു സൈഡ് ഒട്ടിക്കും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ടോപ്പിൽ ആ ഒരു ഷേപ്പ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കീ ചെയിനാണ്. അങ്ങനെ നമുക്ക് എൻ്റെ എല്ലാ പോർഷൻസും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വിട്ടു വരുവാണെങ്കിൽ ഒന്ന് പിഞ്ച് ചെയ്ത് കുറച്ചൊരു ടൈം കൊടുക്കുക, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്തൊരു പോർഷൻ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ബിറ്റ്വീൻ ഇതുപോലെ ഒന്ന് ഇളകിയോ ഒക്കെ വരുവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹോട്ട് ഗ്ലൂവിൻ്റെ മുകളിലേക്ക് നമ്മൾ പുറത്ത് കാണുന്ന രീതിയിൽ ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പിഞ്ച് ചെയ്യുകയോ പ്രസ് ചെയ്തോ ചെയ്താൽ അത് വൈറ്റ് കളറിലൊരു വൃത്തികേടായിട്ടിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പോർഷൻസ് ഉണ്ടെങ്കിൽ ഇളക്കി മാറ്റുക. അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് ഉരുക്കി നമ്മുടെ ലൈറ്റർ വെച്ച് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിന് ആ ഒരു വൈറ്റ് കളർ അങ്ങ് മാറി ഒന്നും കൂടെ ഉരുകിയിരിക്കും. ഓക്കെ, അങ്ങനെ എല്ലാ പോർഷൻസും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ വരുന്ന പോർഷൻ്റെ 2 സൈഡിലും ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. പിൻ ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് റൗണ്ട് ഷേപ്പ് ഒന്നും കൂടെ ഒന്ന് കൊടുക്കാം. നോക്കുക, എല്ലാ പോർഷനും കംപ്ലീറ്റ് ആണോ നോക്കുക. താഴ്ഭാഗം ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതുപോലെ ഇനി മുകൾ ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ കീ ചെയിൻ്റെ ആ റിങ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ റിങ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും, കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു പീസ് ത്രെഡ് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഏത് ഒരു ത്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക്, ഈവൻ ഈ സാറ്റിൻ റിബൺ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ താഴത്തെ ഉള്ള പോർഷനിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക.
ഇനി ഈ ഒരു മുകൾ ഭാഗത്ത് കാണുന്ന ഇലകൾ പോലെയുള്ള ഒരു പോർഷനും കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊരു ഗ്രീൻ കളറിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഗ്രീൻ കളറോ അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഏത് കളറും എടുക്കാം. ഇതുപോലെ സിക്സാഗ് രീതിയിലൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നുമില്ല, നിങ്ങളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഏത് റിബൺ ആണെങ്കിലും അതിനൊരു സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ സിക്സാഗ് രീതിയിലൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉരുക്കിയെടുക്കുക. സൈഡൊക്കെ ഒന്ന് വിട്ടുപോകാതെ ഉരുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ടോപ്പിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കീ ചെയിൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇത് ട്രൈ ചെയ്തിട്ടുള്ളവർ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇപ്പോൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതുപോലെയുള്ള പുതുമകളായിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്. ബൈ.